ബോധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞത് ഇങ്ങനെ നടക്കുന്ന പ്രവണതകളെ നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ ആരെങ്കിലും വിളിച്ചു പറയാനുണ്ടാവണം. ഇത് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് കാണുമ്പോൾ ഇന്നലെ വരെ ചെയ്തത് അവിടെ ഇരിക്കട്ടെ, ഇനി ചെയ്യാതിരിക്കുക. നമ്മൾ ഒരാളെ ബ്ലോക്ക് ചെയ്യുക, നമ്മുടെ ഇഷ്യൂ എന്താ? അപ്പൊ ഞാൻ ഇവിടെ ഇത് പറയുമ്പോൾ ഒന്നുകിൽ അവർ ആ സിബിൻ എന്ന് പറയുന്നവനെ വിളിച്ചിട്ട് സിബിനെ തിരിച്ച് ഹൗസിലേക്ക് കയറ്റുന്നൊരു കാര്യം ചർച്ച ചെയ്യപ്പെടട്ടെ, അവൻ തിരിച്ച് ഹൗസിലേക്ക് വരട്ടെ. ഇപ്പൊ സിജോ 10-30 ദിവസം പുറത്തു നിന്ന് ഗെയിമും കണ്ടിട്ട് അവന് പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് സിജോ അകത്തേക്ക് കയറിയേക്കുന്നത്. 6 വൈൽഡ് കാർഡുകൾ കയറിയേക്കുന്നതും പുറത്തു നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അകത്ത് കയറിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ സിബിന് ഇനി കയറിയാലും കുഴപ്പമില്ല. കാര്യം ഓൾറെഡി സിബിന് പുറത്തു നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരാൾക്ക് അവിടെ സപ്പോർട്ടുണ്ട്, ഇതൊക്കെ അറിയാവുന്നതാണ് സിബിന് മാക്സിമം അറിയാൻ കഴിയുന്നത് എനിക്ക് ഇത്രയും സപ്പോർട്ട് പുറത്തുണ്ട്. ഇതെല്ലാം മാറും. ഒറ്റ ആഴ്ചത്തെ പ്രവൃത്തി കൊണ്ട് ബിഗ് ബോസിലെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം പാടെ മറിയുന്ന രീതിയിലാണ് ബിഗ് ബോസിലുള്ളത്. അപ്പൊ ഇത് അപ്പൊ ഞാൻ റിനോഷനെയൊന്നും പിന്നെ ഞാൻ വിചാരിച്ചെന്നറിയോ, എന്റെ പേര് ഇവനെയൊക്കെ 10 പേര് കാണുന്നെങ്കിൽ കാണട്ടെ. ഇനിയിപ്പോ അതല്ലേ ഓപ്ഷൻ ഉള്ളൂ. നമ്മളെ പേരാണ് ഇപ്പൊ ചർച്ച ചെയ്തത്. അപ്പൊ ഒപ്പം വന്നൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ റിനോഷനെ 10 അല്ല ഇവൻ അതിനകത്ത് എന്തുവാ ചെയ്തത്, മറ്റേ നിങ്ങൾക്ക് ഇത് ഞാൻ എന്തിനാ പറയുന്നത്, നിങ്ങൾ തന്നെ. അതുകൊണ്ട് ഇതൊക്കെ വന്നിരുന്ന വലിയ വായിൽ ഡയലോഗ് അടിച്ചിട്ട് പോകരുത്, പോകരുതെന്ന് എനിക്ക് ഇതിനകത്ത് റിനോഷിനോടൊക്കെ പറയാനുള്ളത്. ഒന്നുകിൽ മറ്റേ ഒരു ചൊല്ലുണ്ട്, വയ്യാത്ത പട്ടി കയ്യാല കയറാൻ പോകരുതെന്ന്. വയ്യാത്ത പട്ടി ദയവ് ചെയ്ത് കയ്യാല കയറാൻ പോകരുത്. ഞാനിത് ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയ പരിപാടികളൊന്നും അല്ല ഇതൊന്നും. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ